ആസ് എ പ്രൗഡ് ഹിമാലയൻ ഓർഡർ എപ്പോഴാണ് മൈലേജ് ഷോർട്ടേജ് സംഭവിക്കുന്നത് ഹിമാലയനിൽ നിന്ന്? ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് കിന്നക്കോര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കിന്നക്കോരയിലുള്ള റോഡുകൾ വളരെ നാരോ റോഡ്സാണ്. അതുപോലെ തന്നെ ഒരുപാട് കർവുകളും വരുന്ന റോഡുകളാണ്. ഒരു കാറ് വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പോലും സ്ഥലമില്ലാത്ത റോഡുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ തേർഡ് ഗിയറിന് മുകളിലേക്ക് നമുക്ക് അപ്പ് ചെയ്യാൻ പറ്റില്ല. ഫോർത്ത് ഗിയറിലാകുമ്പോഴേക്കും ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ലോ ആൻഡ് ടോർക്ക് കുറവായതുകൊണ്ട് തന്നെ ആ പല്ലിങ്ങനെ ടപ്പ് അടിക്കാൻ തുടങ്ങും. അപ്പോൾ തന്നെ നമ്മൾ തേർഡിലാണ് ഒരു കംഫർട്ടബിളായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഈവൻ ഇതിലൂടെ തന്നെയാണ് ഞാൻ മെറ്റിയോറും ഉപയോഗിച്ചിട്ടുള്ളത്. മെറ്റിയോറിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഫോർത്ത് ഗിയറിലും നമുക്ക് എന്താ പറയുക, കർവ് എത്തുമ്പോഴേക്കും തേർഡിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടി വരും. അപ്പോൾ തേർഡ് ഗിയറിലാണ് നമുക്ക് കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്നത്. പക്ഷേ മെറ്റിയോറിൽ തേർഡ് ഗിയറിൽ ഓടിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. പക്ഷേ ഹിമാലയനിൽ നമ്മൾ തേർഡ് ഗിയറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20 കിലോമീറ്റേഴ്സൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഷോർട്ടേജ് വരും. ഏകദേശം നമുക്ക് മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു 23 to 25 ആ റേഞ്ചിൽ ഇങ്ങനത്തെ റോഡിൽ നമുക്ക് മൈലേജ് കിട്ടുള്ളൂ. ഇതേ സമയം നമ്മൾ ഹൈവേസിലേക്ക് കയറുമ്പോൾ മൈലേജിൻ്റെ സ്ഥിതി നേരെ മാറും. നമുക്ക് 30+ മൈലേജ് കിട്ടും. ഞാൻ ലാസ്റ്റ് റൈഡ് പോയപ്പോൾ എനിക്ക് കിട്ടിയ മൈലേജ് എന്ന് പറഞ്ഞാൽ 33 പോയിൻറ്റ് സംതിങ് ആയിരുന്നു കിട്ടിയിരുന്നത്. അതായത് ഹൈവേസിൽ പെർഫോമൻസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നാരോ റോഡ്സ് വരുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഈ റോഡിലൂടെ ഞങ്ങൾ 2 പ്രാവശ്യം വന്നിട്ട് ഇങ്ങോട്ട് എത്ര പ്രാവശ്യം വന്നാലും നമുക്ക് മതിയാവില്ല. അങ്ങനത്തെ ഒരു റോഡാണ്. ഇവിടെ പ്രത്യേകിച്ച് വ്യൂ പോയിൻ്റോ കാര്യങ്ങളോ പറഞ്ഞാൽ ചെറിയൊരു വ്യൂ പോയിൻ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങോട്ട് വരുന്ന റോഡുകൾ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് റൈഡേഴ്സിന്. വളരെ നാരോ റോഡുകളാണ്, പക്ഷേ വെയിലില്ല, നല്ല തണുപ്പുമായിരിക്കും. ആ തണുപ്പതിലൂടെ ഇങ്ങനത്തെ നാരോ റോഡ്സിലൂടെ ഓടിക്കുക നമുക്ക് പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. അതുമാത്രമല്ല, ചില സമയത്ത് വരുമ്പോൾ ചുറ്റും കാട്ടുപോത്തുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്യും. അതും ശ്രദ്ധിച്ച് വേണം ഇങ്ങോട്ട് വരാൻ. നമ്മളധികം ഏർലി മോർണിംഗ് വരാറില്ല. ഏർലി മോർണിംഗ് വളരെ റിസ്ക്കാണ് വരാനുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് രാവിലെ ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് റൈഡ് അടിക്കാറുള്ളൂ.